ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസം കൂടിയാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് സമയക്കുറവും ബിസി ഷെഡ്യൂളും കൊണ്ടാണ് കേട്ടോ. കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് ടൈമിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിച്ചു തരണം, വീഡിയോസൊന്നും കാണാതിരിക്കല്ലേ. നമുക്കിന്നൊരു വളരെ സിമ്പിളും ഡെലീഷ്യസും ആയിട്ടുള്ള ഒരു ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹോൾ സ്പൈസസ് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം. എണ്ണ തിളച്ച് വരുമ്പോഴേക്കും അതിൽ നിന്ന് പട്ട, കരയാമ്പൂ, ബേ ലീഫ്, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്കൊരു ചെറിയ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേനും നമുക്ക് മീഡിയം സൈസ് ഒരു 2 to 3 ഓണിയൻസും അതിനാവശ്യമായ കറി ലീഫ്, ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് എന്തുമാത്രം തിക്ക് ഗ്രേവി വേണോ അത്രയും തന്നെ നമുക്ക് ഓണിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് ചെറിയ തീയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഗീ റൈസിന് കുറച്ച് ചാറോട് കൂടിയ ചിക്കൻ കറിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഇത് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്, പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഗീ റൈസിന് കൂടെ പൊട്ടറ്റോ ആഡ് ചെയ്യാറുണ്ട്. ഒരു വലിയ സൈസ് പൊട്ടറ്റോ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ഒന്ന് വേവായി വരുമ്പോൾ അതിൻ്റെ മസാലയ്ക്കകത്ത് കിടന്ന് ഈ പൊട്ടറ്റോ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ചേർക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ചതിട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മുഴുവനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് സോട്ട് ഔട്ട് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ജീരകശാല അരി അളന്ന് മാറ്റി വെള്ളത്തിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അത് എളുപ്പത്തിൽ വേകാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടി തീർത്ത് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. അത് അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എണ്ണയ്ക്കകത്ത് കിടന്ന് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഈ ടൊമാറ്റോ എല്ലാം ഇതിൽ കിടന്ന് വെന്ത് ഇതിലെ നീരെല്ലാം അതിലേക്ക് ഇറങ്ങി വരുന്നിടം വരെ നമ്മളൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെയോ നമുക്ക് നോർമൽ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ പലവട്ടം പല റെസിപ്പീസിൻ്റെ കൂടെ പല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഗീ റൈസിൻ്റെ കൂടെ സൂപ്പർ കോംബോ ആണ്. അങ്ങനെ ഒരു 2 to 3 മിനിറ്റ് നേരം നമ്മൾ തുറന്ന് വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവാനായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഇടയ്ക്കൊന്ന് അടിതീർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാലകളെല്ലാം ഒന്ന് ചേർത്ത് ഒരു ചെറിയ പച്ച മണം മാറി വരുന്ന സമയമാകുമ്പോൾ വേണം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ഗ്രേവി ഉള്ള കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിലർക്ക് ചിക്കൻ പെരട്ട് അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ പറ്റിച്ചെടുത്താൽ മതി. ഈ പറയുന്ന എല്ലാ ചേരുവകളും ചേർത്ത് ഇതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് അതിൽ നമ്മൾ പറ്റിച്ചെടുക്കാൻ ചെറിയ തീയിൽ അരമണിക്കൂറോളം ഫ്ലെയിം ചെറുതായിട്ട് ഇട്ട് റെഡിയാക്കി വരുമ്പോഴേക്കും നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ചിക്കൻ കറി റെഡിയാവും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാല, അതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമ്മുടെ 1 സ്പൂൺ മല്ലിപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1.5 സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിന് ഓൾറെഡി പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് അടി തീർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോളയും പച്ചമുളകും അതിലിട്ടിരിക്കുന്ന ചേരുവകളെല്ലാം ഒരു ട്രാൻസ്പെറൻറ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. പിന്നെ
നമുക്കൊരു ചെറിയ ബൗളിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം ആവശ്യത്തിന് ഒന്ന് തിളച്ച് വന്നപ്പോൾ കണ്ട് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ചിക്കൻ ഒരു 10 തൊട്ട് 20 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് വേവിച്ചതിന് ശേഷം തുറന്ന ഒരു രീതിയാണിത്. ഇനിയും നമുക്ക് അടച്ചു വെച്ച് കുറച്ചും കൂടെ പറ്റിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമായ സീസണിങ്ങിന് വേണ്ട മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു ഗീ റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. ഗീ റൈസിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് വേണ്ട നെയ്യ് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ്, അതുപോലെ പച്ചമുളക്, 1.5 സവോള ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് ജീരകശാല കൈമ റൈസാണ്. അത് നമ്മൾ 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് ഈ എണ്ണയ്ക്കകത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം പറ്റി വരുന്നിടം വരെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് അടിതീർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരിയാണ്. 3 ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. നമ്മളെടുത്ത അതേ മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ വേണം എടുക്കാൻ. ഇതിനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ സ്കിപ്പായിപ്പോയി. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കും. മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറു ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടോട്ടൽ ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ചോറ് തമ്മിൽ പറ്റിപ്പോയിരിക്കാൻ നമുക്ക് ഒരു 1/2 ലെമൺ അതിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും കൂടി അത് മിക്സപ്പ് ചെയ്യാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് കണ്ടപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചു. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് നമുക്ക് 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം വലിഞ്ഞു. നല്ല പരുവത്തിന് ചോറ് ഒന്നൊന്നേ മുട്ടാതെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, അതുപോലെ തന്നെ ഡെലീഷ്യസ് ആണ്. നമുക്ക് ഇത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാം. അതുപോലെ നമുക്കും ടിഫിനായിട്ടൊക്കെ ക്യാരി ചെയ്യാവുന്നതാണ്. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അങ്ങനെ ഈ നല്ലൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഓഫ് ഡേ വൈബായിരുന്നു. അടിപൊളി ഒരു റെസിപ്പിയായിരുന്നു. അങ്ങനെ നല്ല ചൂടുള്ള ഗീ റൈസും നല്ല ചൂട് തിക്കുമായിട്ടുള്ള ചിക്കൻ കറിയും കുറച്ച് പിക്കിളും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി. അപ്പം ഹോട്ട് ഫുഡ് ഗീവ്സ് റിയൽ ഹാപ്പിനെസ്. ഒരു എൻ്റയർ വീക്കിൻ്റെ ഹെക്റ്റിക് ഷെഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളിങ്ങനെ സിമ്പിളും ഡെലീഷ്യസും ആയിട്ടുള്ള ചില റെസിപ്പീസ് ട്രൈ ചെയ്യണം. പിന്നെ ഇത് മിക്സഡ് പിക്കിളാണ്, അതും കോമ്പിനേഷനായിരുന്നു. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു, ലാവിഷായിരുന്നു. അല്ലെങ്കിൽ തന്നെ സൂപ്പറായിരുന്നു. ചിക്കൻ കറിയും ഗീ റൈസും അതിങ്ങനെ ചൂടായിട്ട് തന്നെ നമ്മൾ കഴിക്കണം. അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ഇനി പുതിയ വീഡിയോസുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. കണ്ടോ, നമ്മുടെ പ്ലേറ്റ് തന്നെ എന്ത് അട്രാക്റ്റീവ് ആണെന്ന് നോക്കി. ആ യെല്ലോ പ്ലേറ്റിലേക്ക് നമ്മുടെ നല്ല വെള്ള ക്യാരറ്റ് മിക്സ് ചെയ്ത ചോറും ചിക്കൻ കറിയും നമ്മുടെ പിക്കിളും അതുപോലെ നമ്മുടെ കേടും നമുക്ക്
സാലഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് അപ്പോഴേക്കും നമ്മളെ വിശപ്പ് ചൂടോടെ കഴിക്കാനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് കേടൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണിയൻസൊക്കെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം താങ്ക് യു.